ഇതാണ് കേട്ടോ ഗിഫ്റ്റ്. പോകുന്ന സമയം അത് ഇങ്ങനെ കല്യാണത്തിന് പോകാനൊരുങ്ങി. അങ്ങനെ ഞാനിതാ വീണ്ടും ഇവിടെ തന്നെ എത്തിട്ടോ. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 4:30 മണിക്ക് പോരണമെങ്കിൽ എത്തിയിരുന്നു. അത് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ 5:30 മണിയായി. പിന്നെ അങ്ങനെ സാധാരണ പോന്ന് രാത്രി 9:30 മണിയായി ഇവിടെ എത്തി. അപ്പം ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ പറയാനൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരം ഒരു 4:30 മണിക്ക് പോരണം കരുതിയതാട്ടോ. പക്ഷേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സമയം 5:30 മണിയായി. 5:30 മണിയായപ്പോൾ എല്ലാവരും കൂടി യാത്ര പറഞ്ഞിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ പിള്ളേർക്ക് ഭയങ്കര വിഷമം. കുഞ്ഞിക്കിളി പ്രസാദേട്ടനെ തല്ലുക, മാമ പോകണ്ട പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരെ ഒന്ന് എടുത്തിട്ട് പുഴ വരെ ഒന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുപോവുകയാണ് കേട്ടോ. ബൈക്കിൽ 3 ആളുണ്ട്. കുഞ്ഞിക്കിണീൻ്റെ ഭയങ്കര ലച്ചുമോളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അതുവരെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കുക. യാത്ര പറഞ്ഞ് പോരുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അത് ഇവിടെ നിന്നാണെങ്കിലും അവിടെ നിന്നാണെങ്കിലും. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇന്നലെ രാത്രി 9:30 മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പം ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ അലക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞു, കുളി കഴിഞ്ഞു, ചായ കുടി കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് വോട്ടെണ്ണുന്ന ദിവസമല്ലേ. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ജയിക്കുന്ന വിവരങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ നാട്ടിൽ ആരാ ജയിച്ചതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടെയും എണ്ണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവരും ഉണ്ട്. പ്രസാദേട്ടനൊരു മരിച്ച വീട്ടിൽ പോയതാണ്, രാവിലെ പോയതാണ് കേട്ടോ. ഉച്ചയാകുമ്പോഴേക്കും വരും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി, നേരെ അടുക്കളയിലേക്ക് മീൻ പ്രസാദേട്ടൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോറും കറിയും വെക്കണം. അങ്ങനെ ഓരോ പണികളാണ് ഇനി. അങ്ങനെ തുടയ്ക്കലും അടിക്കലൊക്കെ കഴിഞ്ഞു. അടിക്കലും തുടയ്ക്കലും കഴിഞ്ഞു. ചായ കുടി കഴിഞ്ഞു എല്ലാവരും. പിന്നെ 11 മണിക്ക് കപ്പ പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട്. പുഴുക്കല്ല, നന്നായിട്ട് ഉടച്ചിട്ട് കടുക് വറുത്താണ്. പിന്നെ അതിലേക്ക് നല്ല നാളികേര ചമ്മന്തി. അതായത് വീട്ടിൽ നിന്ന് ഞാൻ നിറയെ കാന്താരി കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാന്താരിയൊക്കെ ഇട്ട് ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് 11 മണിക്ക് കഴിക്കാൻ. കപ്പയ്ക്ക് ചമ്മന്തി ഇല്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ. കപ്പയും ചമ്മന്തിയൊക്കെ റെഡി ആയപ്പോഴേക്കും പ്രസാദേട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടവ് മീനാണ് കേട്ടോ. അപ്പോൾ ഞാനത് കൊണ്ടുവന്നപ്പോൾ പ്രസാദേട്ടനോട് പറഞ്ഞു, നിങ്ങളെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കൂലെന്ന്. അപ്പോൾ അടവ് മീനൊക്കെ നന്നായി വെട്ടിക്കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ പുരട്ടി വെച്ചാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ മീൻ കറി വെക്കുന്നതും വരട്ടുന്നതൊക്കെ എന്നിങ്ങനെ കാണിച്ചാൽ ഒരു ബോറാവില്ലേ അല്ലേ. ഇപ്പോൾ മീനൊക്കെ ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഞാൻ ഇന്നലെ പോയതിനോണ്ട് എനിക്കൊരു കാര്യം കിട്ടി. എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടി. ഈ ചെരുപ്പ് കണ്ടോ, നല്ല ഭംഗിയില്ലേ ഈ ചെരുപ്പ്. ഇത് ശ്രീമോള് ചെന്നൈയിലേക്ക് പഠനയാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടുന്ന് എനിക്കായിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ശ്രീമോൾക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ചെരുപ്പ് കാണാൻ. പക്ഷേ നനയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ലെതർ ടൈപ്പ് മോഡലാണ് ഈ ചെരുപ്പ്. ഏതായാലും ചെരുപ്പ് എനിക്കിഷ്ടമായി കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എൻ്റെ അടവ് മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നാളികേരമൊക്കെ അരച്ച് പുളിയൊക്കെ ഒഴിച്ച് വെച്ച കറിയാണ്. പിന്നെ മീൻ വറ്റിച്ചെടുത്തതുണ്ട്. പിന്നെ ഇതാണ് ഇന്നത്തെ തോരൻ കേട്ടോ. ബീറ്റ്റൂട്ടും ബീൻസും കൂടെ ഇട്ട തോരനാണ്. അങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞു. ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ പണി കുറച്ച് നേരത്തെ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 5 മണിയാവണേ ഉള്ളൂ. അപ്പോൾ 3 ചപ്പാത്തി ഉണ്ടാക്കണം, അരി അരയ്ക്കാനുണ്ട്. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകണം. അപ്പം 3 ചപ്പാത്തിക്കുള്ള മാവാണിത്. 3 ചപ്പാത്തി ഉപ്പിട്ട ചൂടുവെള്ളം വെച്ച് വെക്കുകയാണ്. മൂന്ന് ചപ്പാത്തിക്കുള്ള മാവ് ഇതേ ഉള്ളൂ. ഇതിനൊന്ന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ നല്ല മയം പോലെ നിൽക്കും. അങ്ങനെ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വെച്ചു. ഇനി രാവിലെ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി നാളികേരം അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടെ വീട്ടിൽ നിന്ന് പോകുന്ന സമയമാണിത്, 5:30 മണി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചാണ്ട് ഇങ്ങനെ നാളികേരം ചിരകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളികേരം
പച്ചരിയും ചോറും കൂടെ അരച്ചിട്ടാണ് കേട്ടോ മാവ് കൂട്ടി വയ്ക്കുക. എന്നിട്ട് നാളെ രാവിലേക്ക് നന്നായിട്ട് പൊങ്ങി വരും. എന്നിട്ടത് വെള്ളപ്പാക്കി ചുട്ടെടുക്കും. അങ്ങനെ വൈകുന്നേരത്തെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കി, അരി അരച്ച് വെച്ചു. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാനുണ്ട്. നാളെയാണ് കല്യാണം, പക്ഷേ കല്യാണം ഇന്ന് തൊട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബന്ധുക്കളുടെ കല്യാണമാണ്, അമ്മയുടെ ബന്ധത്തിലുള്ള കല്യാണമാണ്. അപ്പോൾ ഞാനും പ്രസാദനും ഈ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ കല്യാണം എവിടെയെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരമുള്ളൂ തോന്നണു, അടുത്ത് തന്നെയാണ്. ഇങ്ങനെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിട്ടോ. സമയം ഇപ്പോൾ 8 മണി ആവണേ ഉള്ളൂ. ഒരു 7:30 7:45 ഉള്ളിലാണ്. അപ്പോൾ ദാ ഒരുങ്ങി പോവുകയാണ്. കല്യാണ വീട്ടിൽ ഞാനിങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നിൽക്കാം കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ടില്ല. ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്, ബസ്സാട്ടിനവിടെ പന്തലുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു.